പൊല്യൂഷൻ അതൊക്കെ പൊല്യൂഷൻ ഇതുപോലത്തെ ബസ്സുകൾ വന്നാൽ ഭാവിയിൽ ഡൽഹിയിലൊക്കെ ഉണ്ടായ പോലെ പൊല്യൂഷൻസ് ഒക്കെ കുറയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ സാധാരണ വീട്ടുജോലിക്ക് പോകുന്ന വീട്ടമ്മയാണ്. ഞങ്ങളെപ്പോലെ ജോലിക്ക് പോകുന്നവർക്ക് ഇതൊരു സഹായമാണ്. ഭാവിയിൽ ഇതുപോലെ ബസ്സുകൾ കൂടുതൽ വന്നാൽ പൊല്യൂഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. സൗണ്ട് ഒന്നുമില്ല, വണ്ടി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പാട്ട് കേട്ട് പോവാം. അങ്ങനെയൊക്കെ ഉണ്ട്. പാട്ടൊക്കെ ഉണ്ട്. നല്ല നല്ല ഇളയരാജ മ്യൂസിക് ഒക്കെ ഇട്ടാണ് പോകണം. വളരെ ആനന്ദകരമായിട്ട് നമുക്ക് യാത്ര ആസ്വദിച്ചു പോകാം. ടെൻഷൻ ഒന്നും അറിയില്ല. നമ്മൾ ഒത്തിരി ടെൻഷനായിട്ടൊക്കെ ഉള്ള എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ല. പിന്നെ 10 രൂപയാകുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് നല്ലതാണ്. പിന്നെ പൊല്യൂഷൻസ് ഒന്നും വരില്ലെന്നാണ്. ഇതുപോലെ ബസ്സുകൾ വരണമെന്നാണ് പറയുന്നത്. അപ്പൊ മന്ത്രി പറയുന്നത് തെറ്റാണ്, ഇത് നഷ്ടത്തിലാണ് എന്നാണ് മന്ത്രി പറയുന്നത്. KSRTC പണ്ട് ഇതുകൊണ്ടല്ലല്ലോ, മുമ്പേ KSRTC നഷ്ടത്തിലാണ്. പണ്ട് മുതലേ KSRTC നഷ്ടത്തിലാണ്. ഇപ്പോൾ ഇത് വന്നതുകൊണ്ടാവാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ കണക്കുകൾ പ്രകാരം ഈ ഇലക്ട്രിക് ബസ്സിനൊക്കെ വളരെ ലാഭത്തിലാണെന്നാണ് പറയുന്നത്. നമുക്ക് തോന്നിയില്ല. നമ്മൾ വന്ന് കൈ കാണിക്കണം. ഏത് സ്റ്റോപ്പിലും പ്രൈവറ്റ് ബസ് പോലെ ഏത് സ്റ്റോപ്പിലും കൈ കാണിക്കുമ്പോൾ നിർത്താറുണ്ട്.